ആമുഖങ്ങളോ അധിക വിശേഷണങ്ങളോ വേണ്ട KS ചിത്ര എന്ന ഗായികയ്ക്ക്. അതിരുകളില്ലാത്ത ആലാപന ശുദ്ധിയുടെ പ്രതീകമായ ഈ വാനമ്പാടിയുടെ സംഗീത ജീവിതത്തെക്കുറിച്ച് ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ വിലയിരുത്തുന്നു. ചിത്രയ്ക്ക് ഗാനഗോകുലമൊന്നും നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ പേരുകളുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ചിത്ര എൻ്റെ വീട്ടിലെ ഒരു കുട്ടിയാണ്. വളരെ വർഷങ്ങളായിട്ട് എനിക്കൊരു മകളെ പോലെയോ അനന്തരവളെ പോലെയോ അനിയത്തിയെ പോലെയൊക്കെയാണ്. എന്നെ ചിത്ര ചേട്ടാ, തമ്പി ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. ചിത്ര എന്ന ഗായികയേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ചിത്ര എന്ന സ്ത്രീയെയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗായികമാരിൽ ഒരാളാണ് ചിത്ര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയിട്ടുള്ള ഗായിക KS ചിത്രയാണ്. ദേശീയ അവാർഡുകൾ തന്നെ 6-7 ഉണ്ട്. ആന്ധ്ര ഗവൺമെൻറ്റിൻ്റെ തെലുങ്ക് സിനിമയുടെ അവാർഡ് തന്നെ 7-8 ഉണ്ട്, നന്ദി അവാർഡ്. അതുപോലെ കർണാടക ഭാഷയിൽ പാടിയതിന് അവിടുന്ന് കർണാടക ഗവൺമെൻറ് അവാർഡ് നേടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു 10-12 അവാർഡുകൾ കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവാർഡുകളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല, ചിത്രയെപ്പോലെ ചിത്രയോടൊപ്പം നിൽക്കുന്ന ഗായികമാർ മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ്. ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ യഥാർത്ഥത്തിൽ എൻ്റെ വളരെ പാട്ടുകളൊന്നും ചിത്ര പാടിയിട്ടില്ല. കാരണം ചിത്ര പ്രശസ്തിയിലേക്ക് ഉയരുന്ന സമയത്ത് ഞാൻ ക്രമേണ ഗാനരചനയിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് P. സുശീലയും എസ്. ജാനകിയും മാണി ജയറാമുമാണ്, എല്ലാവരും ഈശ്വരിയൊക്കെയാണ്. പക്ഷേ എൻ്റെ സീരിയലുകൾക്ക് വേണ്ടി ഞാൻ തന്നെ ഈണം പകർന്ന ധാരാളം പാട്ടുകൾ ചിത്ര പാടിയിട്ടുണ്ട്. ഞാൻ ചിത്രയെ വിളിക്കുന്നത് ബ്ലോട്ടിംഗ് പേപ്പർ എന്നാണ്. അപ്പോൾ ഞാനൊരു പാട്ട് പറഞ്ഞു കൊടുത്താൽ രണ്ടാമത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ആദ്യം ഞാൻ പറഞ്ഞു കൊടുത്ത പല്ലവി രണ്ടാമത് ഒരു സ്വരം തെറ്റിച്ച് ഞാൻ പാടിയാൽ ചിത്ര ഇങ്ങോട്ട് പറഞ്ഞ് തീർത്തും ചേട്ടൻ ഇങ്ങനെയല്ല ആദ്യം പാടിയത്. അത്രമാത്രം അത് ഞാൻ ബ്ലോട്ടിംഗ് പേപ്പർ എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ എന്തും ഒപ്പിയെടുക്കാനുള്ള ഒരു കഴിവ്, വളരെ പെട്ടെന്ന് ഹൃദയസ്ഥമാക്കാനുള്ള കഴിവ് ചിത്ര കിട്ടും. അപ്പോൾ ഒരു നല്ല ഗായികയ്ക്കും ഒരു നല്ല നടനും നടിക്കും ഗായകനും ഒക്കെ തന്നെ ഈ കലാപരമായ ഗരിമ മാത്രം പോരാ, ബുദ്ധിയും ഭാവനയും വേണം. കാരണം ബുദ്ധിക്കൊരു വലിയ പങ്കുണ്ട്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വ്യത്യസ്തനായിരിക്കും. ഇപ്പോൾ ഇളയരാജ ആയാലും AR റഹ്മാനായാലും MS വിശ്വനായാലും ഇപ്പോൾ തമിഴിലുള്ളവരായാലും മലയാളത്തിലുള്ള ഏത് രവീന്ദ്രൻ്റെ സംഗീതമായാലും രവീന്ദ്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ചിത്രയായിരുന്നു. അപ്പം മലയാളത്തിൽ നമുക്ക് സുജാതയെ പോലെ അനുഗ്രഹീത ഗായികമാർ വേറെ ഉണ്ടെങ്കിലും ചിത്രയുടെ സ്ഥാനം ഒന്ന് വേറെ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 30 വർഷക്കാലം മലയാള സിനിമാ സംഗീതത്തിന് എന്തെങ്കിലും അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു പരിധിവരെ ചിത്രയുടെ ശബ്ദം നികത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ചിത്ര പാടിത്തുടങ്ങിയിട്ട് 30 വർഷമായി എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം എത്രയോ നാൾക്ക് മുമ്പ് പാടിത്തുടങ്ങിയെന്നോ അല്ലെങ്കിൽ എപ്പോഴും പാടിക്കൊണ്ടേയിരിക്കുന്ന വ്യക്തിയെന്നോ ഒക്കെ ചിന്തിക്കാനാണ് തോന്നുക. ആദ്യം പാടുവാൻ മാത്രം വിധിക്കപ്പെട്ട അല്ലെങ്കിൽ ഇന്നൊരു പ്രത്യേക കർമ്മമായിട്ട് പാട്ട് പാടുക എന്ന കർമ്മമായിട്ട് അങ്ങനെ ഒരു പ്രത്യേക കർമ്മമായിട്ട് ഭൂമിയിൽ ജന്മമെടുക്കുക എന്നുള്ള വളരെ വിശേഷപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളായിട്ട് വന്നൊരു വ്യക്തിയായിട്ടേ പറയാൻ കഴിയുള്ളൂ. നമുക്കൊരു യേശുദാസുണ്ട്, പിന്നെ നമുക്കൊരു ചിത്രയും ഉണ്ട്. വളരെ അഭിമാനം ഉള്ളൊരു കാര്യമാണ്. നമ്മുടെ ഗായികയായ ചിത്ര മലയാളത്തിലെ മാത്രമല്ല, ഒരുപക്ഷെ തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ഗായികയും ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ പാടിയിട്ടുള്ളൊരു ഗായികയുമാണെന്ന് അറിയുമ്പോഴുള്ള ഒരു സന്തോഷം, അത് ഒരു മലയാളിക്ക് മാത്രം കിട്ടുന്ന ഒരു ആത്മാഭിമാനം തന്നെയാണ്. ചിത്രയുടെ പാട്ടിനെക്കുറിച്ച്
ഞാനങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണമോ എന്ന് സംശയമാണ്. കാരണം എല്ലാ മലയാളികൾക്കും ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകാരിയാണ്, വ്യക്തിത്വം കൂടിയാണ്. അതാണ് ഏറ്റവും പ്രധാനം. പാട്ട് നമ്മൾക്ക് ആർക്കും പാടാം, പക്ഷേ ഈ പാട്ടിനോട് അനുബന്ധിച്ച് നമ്മൾ കൽപ്പിക്കുന്ന ചില വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തി കൂടിയാണ് ചിത്രം. അങ്ങേയറ്റം സ്നേഹത്തോടെയും എളിമയോടെയും നമ്മുടെ വീട്ടിലെ തന്നെ ഒരു അംഗത്തിനെ പോലെ പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്ന, നമ്മുടെ വീട്ടിലെ ഒരു പാട്ടുകാരി എന്ന് വേണമെങ്കിൽ വീണ്ടും സന്തോഷത്തോടെ പറയാവുന്ന ഒരു വ്യക്തിയാണ്. കൂടെയുള്ള സഹജീവികൾക്കുള്ള വിഷമങ്ങളും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള താല്പര്യവും ഇതെല്ലാം തന്നെ ചിത്രയെ ഒരു സാധാരണ ഒരു പാട്ടുകാരി എന്നതിൽ നിന്ന് ഉയർത്തി ഒരു നല്ല ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു നിറഞ്ഞ ഒരു വ്യക്തിത്വം, ഒരു ഊഷ്മളമായ ചൂടുള്ള ഒരു വ്യക്തി കൂടി ആക്കുന്നു എന്നുള്ളതാണ് സവിശേഷപരമായിട്ടുള്ളൊരു കാര്യം. ചിത്ര ഇത് 30 വർഷം തികയ്ക്കുകയാണ്. ഇനിയും എത്രയോ വർഷങ്ങൾ പാട്ട് നമ്മൾ കേൾക്കാനുണ്ട്. എത്രയോ മറക്കാനാവാത്ത മെലഡീസ്, എത്രയോ മറക്കാനാവാത്ത ഗാനങ്ങൾ ഇനിയും നമ്മൾക്ക് ചിത്ര തരുവാൻ പോവുകയാണ്. വളരെ സുദീർഘമായ ഒരു സംഗീത ഒരു കരിയറാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ആയുരാരോഗ്യ സൗഖ്യത്തോടെ, കുടുംബത്തിലെല്ലാവർക്കും സൗഖ്യത്തോടെ, നന്മയോടുകൂടിയുള്ള, സമൃദ്ധിയോടെ, സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതവും ഒരു കരിയറും ഒക്കെ ആശംസിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. ദക്ഷിണേന്ത്യയിലെ വാനമ്പാടിക്ക് രണ്ടാമതായി ദേശീയ പുരസ്കാരം ലഭിച്ചത് 1987 മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിമുട്ടു ചുറ്റി എന്ന നഖക്ഷതങ്ങളിലെ ഗാനം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയതിൽ ആർക്കും അത്ഭുതപ്പെടാനില്ലായിരുന്നു. ബോംബെ രവിയുടെ സംഗീതത്തിൽ പിറന്ന ഈ ഗാനത്തിന്റെ വരികൾ ONV കുറുപ്പിൻ്റെതാണ്.